ചിറ്റൂർ റോഡിൽ രാത്രി 11 മണിയോടുകൂടിയാണ് അപകടത്തെ തുടർന്ന് കാറിൽ സഞ്ചരിച്ചിരുന്ന 3 പേർ മരിക്കാനിടയായത്. അത് ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവിടെ ഇപ്പം വന്നിട്ടുള്ളത്, ഇവിടെ ഇപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. പക്ഷെ കാറ് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് രണ്ട് വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിന് ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവുകയുള്ളൂ. ഇപ്പോൾ എടുത്തയാടി ഇപ്പം തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു നിഗമനത്തിലെത്തുന്നത് യുക്തിസഹമായിരിക്കില്ല. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കേണ്ടി വന്നത്. അതിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാണ്. അതേസമയത്ത് തന്നെ പരിക്ക് പറ്റിയവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒരു കാറിൽ 6 പേരെ ഉണ്ടായിരുന്നെന്ന് പ്രാഥമിക വിവരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അത് കൃത്യമായി കൊള്ളണമെന്നില്ല, നമ്പറല്ല പ്രശ്നം. അപകടം ഉണ്ടായി എന്നുള്ളതും 3 പേർ മരിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം. അതേതായാലും കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ തീരുമാനമാണ് വനംവകുപ്പ് കൈക്കൊള്ളുക. അങ്ങനെ വന്യജീവി ആക്രമണം മൂലമാണ് സംഭവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ലഭ്യമാക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. ഈ കൂട്ടത്തിൽ പറയാനുള്ളത്, ഈ കാട്ടുപന്നികളെ അവരുടെ അക്രമം കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ അവയെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം നൽകിയിട്ടുള്ളതാണ്. പല പഞ്ചായത്തുകളും ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നില്ല എന്നതാണ് പ്രസക്തം. അതേസമയത്ത് നിരവധി പഞ്ചായത്തുകൾ അവരിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നികളുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഇനിയിപ്പം പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാൻ പോകുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ആ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നാട്ടുകാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രവൃത്തി എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് താഴെ തലത്തിൽ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നുണ്ട്. വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വകുപ്പ് ആവിഷ്കരിച്ച 45 ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടി, ആ പരിപാടിയുടെ ഭാഗമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക സമിതികൾ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പഞ്ചായത്തുകൾ വൈമുഖ്യം കാണിച്ചിട്ടുണ്ട്. എന്നാലും ആ പഞ്ചായത്തുകളിലും ഈ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സംയുക്ത പരിശോധന നടത്താനും നടപടികൾ സ്വീകരിക്കാനുമുള്ള പരിപാടിയുമായി നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. എന്നാൽ തിരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് പഴയതുപോലെ നടന്നു എന്ന് വരില്ല. എന്തായാലും അതിനുള്ള ദിവസം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ദിവസം കഴിഞ്ഞ 15-ാം തീയതി അല്ല 10-ാം തീയതി മറ്റും അവസാനിച്ചതാണ്. 1 മാസത്തേക്ക് കൂടി ആ തീവ്രയജ്ഞ പരിപാടി നീട്ടുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് അതിനെപ്പറ്റി പറയുന്നത്. കുതിരാനിൽ നിങ്ങളെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 3-ാം തീയതി ഞാനും അതിനുശേഷം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും സ്ഥലം സന്ദർശിക്കുകയും സ്ഥലവാസികളുമായി ആശയവിനിമയം നടത്തുകയും അവിടെ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്.